അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും നമ്മെയും നമ്മുടെ ഇഷ്ടക്കാരെയും ഒക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുമാനികളെ, പരിശുദ്ധ ഖുർആൻ കാലഗണനയെക്കുറിച്ച് നമ്മളെ നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി ഇത്നാഅശറ ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു തആല പടച്ച കാലം മുതൽ തൊട്ട് തന്നെ അല്ലാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. 12 മാസമാണ് ഒരു വർഷം എന്ന കാര്യത്തിൽ ഏതെങ്കിലും കലണ്ടറുകൾ തമ്മിൽ ഇപ്പോഴും ലോകത്താർക്കും അഭിപ്രായ വ്യത്യാസമുള്ളതായി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഏതായാലും 12 മാസമാണ് ഒരു വർഷം എന്ന നിലയ്ക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്ഥിരപ്പെട്ട പരമാർത്ഥവുമാണ്. അങ്ങനെ ഒരു പുതിയ വർഷം അല്ലാഹു തആല പറയുന്നത് യൗമ ഖലഖസ് സമാവാതി വൽ അർദ മിൻഹാ അർബഅത്തുൻ ഹുറും. ആ 12 മാസങ്ങളിൽ നിന്ന് 4 മാസം ആദരണീയ മാസമാണ്. മതങ്ങൾക്ക് അതീതമായി എല്ലാ മതങ്ങളുടെയും ആരംഭം തൊട്ട് തന്നെ, എല്ലാ മതങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പ് അല്ലാഹു തആല ആകാശ ലോകങ്ങളെ സൃഷ്ടിച്ച കാലം മുതൽ തൊട്ട് തന്നെ ഈ 4 മാസങ്ങൾ ആദരണീയ മാസങ്ങളാണ്. അല്ലാഹു ആദരിച്ച, അല്ലാഹു തആല മഹത്വം കണക്കാക്കിയിരിക്കുന്ന മാസങ്ങളാണ് 4 മാസങ്ങൾ. അതിൽ ഒരു മാസമാണ് മുഹറം എന്ന് പറയുന്ന നമ്മുടെ ഈ മാസം. അതുകൊണ്ട് തന്നെ ഈ മുഹറം മാസം ആദരണീയമായ ഒരു മാസം തന്നെയാണ്. അല്ലാഹു തആല ആദരിച്ചിരിക്കുന്ന, അല്ലാഹു തആല മഹത്വം കണക്കാക്കിയിരിക്കുന്ന ഒരു മാസമാണ് ഈ മുഹറം മാസം. അല്ലാഹു തആല ഈ മാസത്തിൻ്റെ ബഹുമാനം കൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ വർഷത്തിലും ഈ മാസത്തിലൊക്കെയും അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിലൊക്കെയും അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളെ തൊട്ട് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിതം എന്ന് പറയുന്നത് കുറേ സെക്കൻഡുകളും, ആ സെക്കൻഡുകൾ കുറേ കൂടിയുണ്ടാവുന്ന മിനിറ്റുകളും, ആ മിനിറ്റുകൾ കൂടിയുണ്ടാവുന്ന മണിക്കൂറുകളും, ആ മണിക്കൂറുകളിലൂടെ ഉണ്ടാകുന്ന പകലുകളും ആ രാത്രികളും, അങ്ങനെ മാസങ്ങളും വർഷങ്ങളുമാണ് ആയുസ് എന്ന് പറയുന്നത്. നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം നഷ്ടപ്പെട്ടു എന്നതാണ് പുതിയ ഒരു വർഷം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. കഴിഞ്ഞ ഒരു വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആ നഷ്ടപ്പെട്ടു പോയതിനെ പറ്റിയുള്ള ചിന്തയും ബോധവും, അതെന്തിനാണ് ഞാൻ ചെലവാക്കിയത്, കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ എന്ത് നന്മ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ആലോചിക്കാനും അതിൻ്റെ തെറ്റുകൾ കണ്ടെത്തി തിരുത്താനുമുള്ള അവസരമാണ് ഓരോ മാസങ്ങളും ഓരോ പുതിയ വർഷങ്ങളുമൊക്കെ. അല്ലാഹു തആല നാളെ മഹ്ശറിൽ വെച്ച് നമ്മളോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവനും അമ്മിർക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ. ഓർക്കാൻ കഴിയുന്നവന് ഓർക്കണ്ട, അനുഭവിക്കാൻ പഠിക്കാൻ കഴിയുന്നവന് പഠിക്കേണ്ട ഒരവസ്ഥ ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ. 40 വയസ്സ് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നത് കാണാം. 40 വയസ്സ് നിങ്ങൾക്ക് ഞാൻ തന്നില്ലേ. 40 വയസ്സായിട്ടും തൗബ ചെയ്യാതെ തെറ്റ് ചെയ്തുകൊണ്ട് പിന്നെയും തമ്മാടിയായി ജീവിച്ചവന് അല്ലാഹു തആല ഒരു ന്യായവും പറയാൻ നാളെ മഹ്ശറിൽ അവസരം നൽകില്ല എന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പല മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് യുവത്വമല്ലേ, ചോരത്തിളപ്പല്ലേ, എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതല്ലേ എന്നൊക്കെ പറയാം, ന്യായീകരിക്കുകയല്ല. അല്ലാഹു തആല നമുക്കൊക്കെ പുറത്തു തരുമാറാവട്ടെ. അപ്പൊ അവനും തദക്കറ, ആലോചിക്കുന്നവൻ ആലോചിക്കാനുള്ള എല്ലാ അവസരവും അല്ലാഹു തആല നൽകി. എന്നിട്ടും മുന്നറിയിപ്പുമായി പ്രവാചകർ വന്നു. അല്ലെങ്കിൽ നിന്റെ മരണത്തിന്റെ മുന്നറിയിപ്പായിട്ട് നിന്റെ തലയും നിന്റെ താടിയും നിന്റെ മീശയും ഒക്കെ നരച്ചു, എന്നിട്ടും നിനക്ക് ബോധം വന്നില്ലല്ലോ എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്നത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് നേർമാർഗം സ്വീകരിക്കാൻ, ഹുദയുടെ മാർഗത്തിലാവാൻ, നന്മയുടെ മാർഗത്തിലാവാൻ, സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗത്തിൽ ജീവിക്കാൻ നമുക്ക് കിട്ടിയ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു മുഹറം വരുന്നത് വരെ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും കഴിയില്ല. പറഞ്ഞാൽ അവനൊരു ധിക്കാരി എന്നതിൻ്റെ അപ്പുറം അതിലൊട്ട് സത്യമില്ല. കാരണം എത്രയെത്രയോ ചെറുപ്പക്കാര്, ആരോഗ്യ ദൃഢഗാത്രന്മാരായ ചെറുപ്പക്കാര്, എല്ലാവരെയും വെല്ലുവിളിക്കുന്ന ലോകത്ത് ആർക്കും കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരുപക്ഷെ കണ്ടിരിക്കും,
മണ്ണാർക്കാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ, ആരും കയറാത്ത മരത്തിൽ കയറുന്ന, ആരും ഇറങ്ങാത്ത കിണറ്റിലിറങ്ങുന്ന, ആർക്കും ധൈര്യം വരാത്ത കാര്യങ്ങൾ ചെയ്യുന്ന വീരശൂര പരാക്രമി. ഒരുപാട് വീഡിയോകൾ അദ്ദേഹത്തെ പറ്റി യൂട്യൂബിലും മറ്റുമൊക്കെ കാണാം. പക്ഷേ ഒരു മരം പട്ടതി കഴിഞ്ഞിട്ട് പണിക്കാരോടൊപ്പം വിശ്രമിക്കുമ്പോൾ മൂപ്പർക്ക് ഒരു തൊണ്ടവേദന ഉണ്ടായി എന്നാ പറയുന്നത്. തൊണ്ടവേദന, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നെഞ്ചുവേദന എന്നും അല്ല പറയുന്നത്, എടാ എൻ്റെ തൊണ്ട വേദനിക്കുന്നു എന്നാ പറഞ്ഞ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെ പ്രയാസം തോന്നിയ ആളുകൾ എടുത്തിട്ട് പാലക്കാട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ആള് പോയി, മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തോ ഒരു ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാര്, എന്ത് ധൈര്യമുള്ള ചെറുപ്പക്കാര്, എന്ത് പ്രാപ്തന്മാരായ ആളുകൾ പെട്ടെന്ന് ഒരു നെഞ്ചുവേദന അല്ലെങ്കിൽ ഒരു തൊണ്ടവേദന, ഒരു പനി, ആള് പോയി. തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല. രണ്ടാമതൊരു റീടേക്ക് എന്ന് പറയുന്ന ഒന്ന് ജീവിതത്തിൽ ഇല്ല. വേറെ എന്തും നമുക്കൊന്ന് ഒരു വട്ടം കൂടി ആക്കി നോക്കാം. പക്ഷെ ഇത് നമുക്ക് കഴിയുന്ന കാര്യമല്ലല്ലോ നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ നമുക്ക് തോന്നിയതുപോലെ, നമ്മുടെ ഇഷ്ടം പോലെ, നമ്മുടെ തന്നിഷ്ടം പോലെ വലാ തത്തബീൽ ഹവ, നീ നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കരുത്. അല്ലാഹു തആല നമ്മളോട് പറയുന്നത് ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാനാണ്. ഈ മാസങ്ങളിൽ നിന്നും ഈ വർഷങ്ങളിൽ നിന്നും പുതിയ മാസവും പുതിയ വർഷവും ഒക്കെ വരുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് അല്ലാഹു തആല നമ്മളോട് നിരന്തരമായി ഓർമ്മിപ്പിക്കുന്നത്. അതിന് നിനക്ക് കഴിയാതിരുന്നാൽ നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വിട്ടുപോകും. നീ അള്ളാഹുവിന്റെ മാർഗത്തിലാവൂല. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ തന്നിഷ്ടത്തെ, യുക്തി ചിന്തയെ, അവനവന്റെ ഇഷ്ടത്തെ പിൻപറ്റി പഴച്ചുപോയ മനുഷ്യനേക്കാൾ വലിയ പഴച്ചവൻ ആരുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ലോകത്ത് 1,24,000-ത്തിലധികം പ്രവാചകന്മാര് വന്നത് ഇത് ബോധ്യപ്പെടുത്താനാണ്. നമുക്ക് ആലോചിച്ചാൽ കണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ബുദ്ധിക്കും അപ്പുറം അള്ളാഹുവിനെ പറ്റി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 1,24,000-ത്തിലധികം പ്രവാചകന്മാർ ലോകത്ത് വന്നത്. വലക്കത് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത. 1,24,000-ത്തിലധികം വരുന്ന പ്രവാചകന്മാർ വന്നിട്ട് അതാത് കാലഘട്ടത്തിലെ സമുദായത്തോട് പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, വജ്തനിബുത് താഗൂത, അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന എല്ലാ പൈശാചിക ശക്തികളെയും, അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന സമ്പത്താവട്ടെ, സന്താനങ്ങളാവട്ടെ, പേരും പെരുമയുമാവട്ടെ, പ്രശസ്തിയാവട്ടെ, എന്താവട്ടെ, അതിനെ നിങ്ങൾ സൂക്ഷിക്കുക, വർജിക്കുക എന്ന് ലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെ മാർഗദർശനം നൽകി. എന്നിട്ടും അത് സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകളാണ് ലോകത്തുള്ള ബഹുഭൂരിഭാഗം ആളുകൾ. അവരെല്ലാവരും ഈ ലോകത്തോട് പറഞ്ഞ ഒറ്റ കാര്യം തന്നെയാണ്, മതങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, പ്രവാചകന്മാർക്കിടയിൽ വ്യത്യാസങ്ങളില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരൊക്കെയും ലോകത്തോട് പറഞ്ഞ കാര്യം ഒറ്റ കാര്യമാണ്. അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് അല്ലാഹു അല്ലാതെ മറ്റൊരാളും ഇല്ല എന്ന സത്യമാണ് ലോകത്തെ എല്ലാ പ്രവാചകന്മാരും ലോകത്ത് വന്നുകൊണ്ട് പറഞ്ഞത്. അതുകൊണ്ട് അത് തന്നെയാ എല്ലാ മതങ്ങളും, അത് തന്നെയാ ലോകത്തെ പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ചതും. അങ്ങനെയാണ് ഇസ്ലാം ലോകത്ത് വന്നതും. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ തള്ളിയിട്ട് ആ പൂർവിക പ്രവാചകന്മാരെയും മതങ്ങളെയൊക്കെ അവഗണിച്ച് അവരെയൊക്കെ മോശക്കാരാക്കിയിട്ട് പുതിയൊരു മതവുമായി വന്ന ആളല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പലപ്പോഴും നമ്മുടെ പുതിയ തലമുറയിൽ പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, ഒരിക്കലും അങ്ങനെ വന്നവരല്ല. പൂർവിക മതങ്ങളെയൊക്കെ പൊളിച്ചെടുക്കാൻ വേണ്ടി വന്നവരല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകർ ഇതുപോലെ ഒരു മുഹറം മാസത്തിലെ അള്ളാഹുവിന്റെ പ്രവാചകർ മദീനയിൽ കണ്ട ഒരു കാഴ്ച. ഒരു പ്രദേശത്തേക്ക് ജൂതന്മാർ താമസിക്കുന്ന, യഹൂദികൾ താമസിക്കുന്ന ഭാഗത്തേക്ക് അള്ളാഹുവിന്റെ റസൂൽ പോയപ്പോ വജദൽ യഹൂദ സിയാമൻ യൗമ ആശൂറ, മുഹറം 10 അന്ന് അവരെല്ലാവരും നോമ്പ് നോക്കിയിരിക്കുകയാണ്. ജൂതന്മാർക്കൊക്കെ നോമ്പാണ്. അള്ളാഹുവിന്റെ പ്രവാചകർക്ക് ഇത് കണ്ടപ്പോ അവരോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മാ ഹാദൽ യൗമുല്ലദീ തസൂമൂനഹു, നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കാൻ മാത്രം എന്താ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത? എന്താണ് ഈ മുഹറം 10 നോമ്പിന് സ്ഥാനം? എന്തുകൊണ്ടാണ് നിങ്ങൾ നോമ്പ് നോൽക്കുന്നത് എന്ന് ജൂതന്മാരോട് അള്ളാഹുവിന്റെ പ്രവാചകർ യഹൂദികളോട് ചോദിച്ചു.
അവർ പറഞ്ഞു ഹാദാ യൗമുൻ അലീമുൻ, ഇത് വലിയ മഹത്വമുള്ളൊരു ദിവസമാണ്. ആ ദിവസം ഇത് സാധാ ദിവസമല്ല. അൻജല്ലാഹു മൂസ വ ഖൗമഹു, അല്ലാഹു തആല കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിനെയും തന്റെ സമുദായത്തെയും രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഈ ദിവസം. വഅഗ്റക ഫിർഔന വ ഖൗമഹു, ഫിർഔനിനെയും അവന്റെ സമുദായത്തെയും നൈൽ നദിയിൽ മുക്കിക്കൊണ്ട ദിവസമാണ് ഈ മുഹറം 10. അപ്പൊ അതുകൊണ്ട് മൂസ ശുക്രൻ, മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിന് ശുക്രായിട്ട് നന്ദിയായിട്ട് ഈ ദിവസത്തിൽ നോമ്പ് നോറ്റിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നെഹ്റു നസൂമുഹു, ഞങ്ങളും ആ പാരമ്പര്യം പിൻപറ്റിയിട്ട് മുഹറം 10 നോമ്പ് നോൽക്കുകയാണ് എന്ന് ജൂതന്മാര് അള്ളാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ എന്നാ പറയേണ്ടിയിരുന്നത്, ഞങ്ങൾ ആ നോമ്പ് നോൽക്കൂല, കാരണം മറ്റു മതങ്ങളെ പിൻപറ്റൽ ഞങ്ങൾക്ക് ഹറാമാണ്, വേറുള്ളവർ ചെയ്യണമെന്നും ഞങ്ങൾ ചെയ്യൂല എന്നല്ല റസൂലുള്ള പറഞ്ഞത്. അല്ലാണ്ട് റസൂല് പറഞ്ഞ മറുപടി അങ്ങനെയെങ്കിൽ മൂസാ നബിയെ പിൻപറ്റാൻ നിങ്ങളെക്കാളും ഏറ്റവും ബന്ധപ്പെട്ടവരും ഏറ്റവും അർഹതയുള്ളവരും ഞങ്ങളാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകർ ആ നോമ്പ് നോൽക്കുകയും ചെയ്തു. സഹാബാക്കളോട് ആ നോമ്പ് നോൽക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകർ കൽപ്പിക്കുകയും ചെയ്തു എന്ന് ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത വളരെ പ്രസിദ്ധമായ ഹദീസാണ്. അപ്പൊ ഈ ഹദീസ് നമ്മൾ വെറും മുഹറം 10 നോമ്പ് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നില്ല. എന്താണ് അള്ളാഹുവിന്റെ റസൂൽ ഈ സന്ദേശം ഈ ഹദീസിലൂടെ നമുക്ക് നൽകുന്ന പാഠം എന്താ? നന്മ എവിടെ കണ്ടാലും, ഏത് മതക്കാര് പ്രചരിപ്പിച്ചതായാലും, ഏത് പ്രവാചകന്മാരിലൂടെ വന്നതായാലും നന്മയാണ് ഇസ്ലാം. നല്ലത് എവിടെ കണ്ടാലും നമ്മൾ ചെയ്യും. ആ നന്മയുടെ വാക്താക്കളാണ് നമ്മൾ. അത് നമുക്ക് സുന്നത്താണ് എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകർ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് മറ്റ് മതങ്ങളെ തകർക്കാൻ വേണ്ടിയല്ല, മതത്തിന്റെ സദാചാരങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല, മതത്തിന്റെ സദാചാരങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുന്നത്. നോക്കുക നിങ്ങൾ, അന്നൽ ഇസ്ലാമ, മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തുന്ന ഇമാമുകൾ, അന്നൽ ഇസ്ലാമ ലം തകുൻ ലൻ യൽതിലി യഹ്ദിമ കുല്ലമാ കാന അലൈഹി നാസു മിൻ മദനിയത്തിൻ വൽ അഖ്ലാഖിൻ വആദാത്തിൻ, മുമ്പുള്ള സമുദായങ്ങൾ അനുവർത്തിച്ചിരുന്ന നാഗരിക സംസ്കാരങ്ങളോ അവരുടെ സദാചാരങ്ങളോ അവരുടെ പതിവുകളോ തകർക്കാൻ വേണ്ടി വന്ന ഒരു മതമല്ല ഇസ്ലാം മതം. ഇത് അടിസ്ഥാനപരമാണ്. എല്ലാം തകർക്കണം, മുമ്പുള്ളതൊന്നും പാടില്ല എന്ന് പറയാൻ വേണ്ടി വന്ന മതമല്ല ഇസ്ലാം മതം. എന്നിട്ട് അതൊക്കെ തകർത്തിട്ട് പഴയതൊക്കെ തകർത്തിട്ട് പുതിയതെന്തൊക്കെയോ സ്ഥാപിക്കാൻ വേണ്ടി വന്ന ഒരു മതമാണ് ഇസ്ലാം എന്നത് തെറ്റിദ്ധാരണയാണ്. പൂർവികരായ ഇമാമുകൾ അംഗീകരിച്ചിട്ടില്ല. അൽ ഫിഖ് അലൽ മദാഹിബുൽ അർബയുടെ മുഖദ്ദിമ 17-ാമത്തെ പേജിൽ തന്നെ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് മറ്റ് മതങ്ങളെ തകർക്കാൻ വന്ന മതമല്ല. നന്മ എവിടെയുണ്ടോ അത് സ്വീകരിക്കാമെന്നതാണ്. ഇല്ലായ്മ, തിന്മ എവിടെയുണ്ടോ അത് ഇസ്ലാമിന് അന്യവുമാണ്. അതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇന്നി ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എന്നെ നിയോഗിക്കപ്പെട്ടത് സദാചാരങ്ങളുടെ സംസ്കാരങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത്. അത് മുമ്പേ ഉള്ളതാണ്, ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല. ധാർമ്മിക മൂല്യങ്ങൾ, സദാചാരങ്ങൾ എന്നൊക്കെ പറയുന്നത് പണ്ടേ ഉള്ളതാണ്. പൂർവ്വ മനുഷ്യന്മാരിലൂടെ വന്നതാണ്, നമ്മുടെ പൂർവികരിലൂടെ ഉണ്ടായതാണ്. അതൊക്കെ തകർക്കണം, അതൊക്കെ ഇല്ലാതാക്കണം, എന്നിട്ട് പുതിയതെന്തൊക്കെയോ കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നത് ഇസ്ലാമിനോട് ചെയ്യുന്ന വലിയൊരു പാതകമാണ്. അള്ളാന്റെ റസൂൽ ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. റസൂലുള്ളാഹി അത് പഠിപ്പിച്ചിട്ടുമില്ല. നന്മയാണ് ലോകത്തുള്ള മതങ്ങളിലെ ഇതുവരെ കഴിഞ്ഞുപോയ ജൂതമതമാവട്ടെ ക്രിസ്തുമതമാവട്ടെ അതല്ലാത്ത നമുക്കറിയുന്ന മതങ്ങളും അറിയാത്ത മതങ്ങൾ എത്രയോ ഉണ്ട്. അതിൻ്റെ എല്ലാ നന്മകളും അള്ളാഹുവിന്റെ പ്രവാചകർ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം അതുപോലെ പ്രവാചകന്മാരുടെ പിൻഗാമികളിലൂടെ കടന്നു വന്ന സത്യങ്ങളാണ്, സദാചാരങ്ങളാണ്. ആ നന്മകളൊക്കെ തള്ളിക്കളയുക, എന്നിട്ട് ആരെന്ത് ചെയ്താലും അത് നമുക്ക് ചെയ്യാൻ പറ്റൂല,
ആളുകൾ ഇവിടെ ഹിന്ദുക്കൾ അമ്പലത്തിന്റെ ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മക്കത്ത് പോയാൽ കഅബ തവാഫ് ചെയ്യാൻ പറ്റൂല എന്ന് പോലും പറയുന്ന മണ്ടന്മാർ ഇപ്പൊ സമൂഹത്തിലുണ്ട്. കാരണം അത് ഹിന്ദുക്കളുടെ ആചാരമാണ്, അവരാണ് അമ്പലത്തിന്റെ ചുറ്റും അങ്ങനെ ചുറ്റുക. അപ്പൊ നമ്മൾ കഅബത്തിൽ പോയിട്ട് അങ്ങനെ ചുറ്റുന്ന ബോസല്ലേ എന്ന് വിചാരിക്കുന്നവർ. ഹിന്ദുക്കൾ അത് പഠിച്ചത് നമ്മളിൽ നിന്നാണ്, പ്രവാചകന്മാരിൽ നിന്ന് വന്നതായിട്ടൊക്കെ. മുമ്പ് ഏതോ ഒരു പ്രവാചകൻ കാണിച്ചു കൊടുക്കാതെ ഇവിടെ ഇതൊന്നും വരൂല. ആ പ്രവാചകന്മാർ എവിടെയോ, ആ പ്രവാചകന്മാരുടെ ചരിത്രം കിട്ടാതെ പോയി, നഷ്ടപ്പെട്ടു പോയി, നമുക്കറിഞ്ഞുകൂടാ. ഏതാവട്ടെ, ലോകത്തുള്ള ഏത് മതങ്ങളുടെ അസലിലേക്ക് ചെന്നാലും കുറെ സാദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് അതൊക്കെ ഒരു കേന്ദ്രത്തിൽ നിന്ന് വന്നതായത് കൊണ്ടാണ്. ഒക്കെ അള്ളാഹുവിൽ നിന്ന് വന്ന മതങ്ങളാണ്. ഈ മതങ്ങൾ അള്ളാഹുവിന്റെ മതത്തിന്റെ, അള്ളാഹുവിന്റെ ദീനിന്റെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പഴയ രൂപങ്ങളിൽ നിന്ന് വന്നതാണ്. പിന്നീട് അതിന്റെ അനുയായികൾ അതിലെന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിരിക്കാം, പലതും നടക്കുകയാണല്ലോ. പുതിയത് കൊണ്ടുവരുന്നതിലാണ് ആളുകൾക്ക് താല്പര്യം. പഴയതൊന്നും ഇപ്പൊ ആളുകൾക്ക് വേണ്ട. ഇപ്പൊ കണ്ടില്ലേ, കഴിഞ്ഞ പെരുന്നാൾക്ക് ലോകത്ത് ഇതുവരെ കേൾക്കാത്ത പുതിയൊരു സമ്പ്രദായം ലോകത്ത് നടന്നു. കഴിഞ്ഞ വലിയ പെരുന്നാൾക്ക് മാതൃഭാഷയിൽ പെരുന്നാൾ നിസ്കാരം, ഫാത്തിഹയും സൂറത്തും ഒക്കെ മാതൃഭാഷയിൽ ഓതി. യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ഉണ്ടായിരുന്നു വീഡിയോ. പക്ഷെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ട കൂട്ടത്തിൽ ആ വീഡിയോയിൽ പോയി. ഇപ്പൊ കാണിച്ചാൽ എന്നെ കൊണ്ട് കഴിയില്ല. ഏതായാലും ഇന്ന് ലോകത്ത് നടക്കുന്ന തോന്നിയാസങ്ങളാപ്പം അതൊക്കെ. എത്രയോ ആളുകൾ എന്ത് വിഡ്ഢിത്തമാണെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. പരിഭാഷപ്പെടുത്തി, ആദ്യം ബാങ്ക് പരിഭാഷപ്പെടുത്തി, ആ പൊത്തുമ പരിഭാഷപ്പെടുത്തി, പിന്നെ ഇപ്പോൾ അവസാനം നിസ്കാരവും പരിഭാഷയാക്കി, ഫാത്തിഹയും അതേപോലെ സൂറത്തും ഒക്കെ അവരുടെ ഏതോ ആഫ്രിക്കൻ ഭാഷയിൽ അവർ നിസ്കരിക്കുകയാണ്, അവരുടെ മാതൃഭാഷയിൽ അവർ ഓതി നിസ്കരിക്കുകയാണ്. ഇങ്ങനെ പരിഷ്കരിക്കപ്പെടുകയാണ്. ഇതല്ല ദീന്, ഏറ്റവും പഴയതാണ്. ദീനെന്ന് പറയുന്നത് ഏറ്റവും പഴയതാണ്, ഏറ്റവും പുതിയതല്ല ദീൻ. ഏറ്റവും പഴയതിലേക്ക് മടങ്ങണം. അള്ളാഹുവിന്റെ പ്രവാചകരും സഹാബാക്കളും അവര് പഠിപ്പിച്ചെന്ന ഇബാദത്തുകൾ അതേപോലെ ചെയ്യുന്നതാണ് ഇബാദത്ത്. അല്ലാതെ അതിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക എന്നത് അള്ളാഹുവോ അവന്റെ പ്രവാചകരോ അംഗീകരിക്കുന്ന ദീനിന്റെ ഭാഗമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് നമ്മൾക്ക് ഇത്തരം മുഹറമായാലും ആശൂറ ആയാലും അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മടങ്ങി വരുന്നത്. ഇത് ഓർമ്മപ്പെടുത്താനാണ്, നമ്മൾക്ക് പഴയതിലേക്ക് മടങ്ങാനാണ്, നമ്മുടെ പൂർവികരെ പറ്റി പഠിക്കാനാണ്, പൂർവികരുടെ ചരിത്രം നമ്മൾ അയവറക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി, ഫിർഔനെ മുക്കിക്കൊന്നു. അതേപോലെ ഒരുപാട് സംഭവങ്ങൾ. ആദം നബിയുടെ തൗബ സ്വീകരിച്ചു, ഹവ്വാ ബീവിയെ കണ്ടുമുട്ടി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുഹറം 10 ബന്ധപ്പെട്ടത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ കാണാം, സൂമു യൗമ അശൂറ യൗമുൻ കാനത്തിൽ അംബിയാഉ യസൂമുനഹു. മുൻഗാമികളായ പ്രവാചകന്മാർ അനുഷ്ഠിച്ചിരുന്ന നോമ്പാണ് മുഹറം 10 നോമ്പ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്റെ നോമ്പാണെന്നല്ല, ഞാൻ നടപ്പിലാക്കുന്നത് എന്നല്ല, മുൻഗാമികളായ പ്രവാചകന്മാർ അനുഷ്ഠിച്ച നോമ്പാണ് മുഹറം 10 നോമ്പ്. അതുകൊണ്ട് നിങ്ങളും ഫസൂമുഹു, നിങ്ങളും ആ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുന്നു. അപ്പൊ പൂർവിക പ്രവാചകന്മാർ ചെയ്തതൊക്കെ തള്ളുകയല്ല, അവർ ചെയ്തത് അവരുടെ ആ പ്രവാചകന്മാരുടെ ചര്യ അത് അതേപോലെ പിൻപറ്റാനാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ നന്മയോട് നമ്മൾ പിൻപറ്റുക, അതിനെ അനുകരിക്കുക, അതിന്റെ പിന്നാലെ കൂടുക, അത് നമ്മൾ സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ അള്ളാഹു തആല പഠിപ്പിക്കുന്ന കാര്യം. ഇനി എതിരാവേണ്ട ചില കാര്യങ്ങൾ വരാം. ഇത് ഇസ്ലാമിന്റെ രൂപമാണ്, മറ്റത് ജൂതമതത്തിന്റെ രൂപമാണെന്ന് പറയാം. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താ? അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുന്ന പക്ഷം ഞാൻ 9 നോമ്പ് നോൽക്കും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിരിക്കുന്നത് കാണാം. അടുത്ത കൊല്ലം അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരുന്നില്ല, അതിന്റെ മുമ്പേ റസൂലുള്ള മരിച്ചു. അടുത്ത മുഹറം വരുന്നതിന്റെ മുമ്പ് റബീഉൽ അവ്വലിൽ തന്നെ റസൂലുള്ള വഫാത്തായി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ഒരു നോമ്പിൽ ഒതുക്കൂല, 2 നോമ്പ് പിടിക്കും. 9 ഞാൻ നോമ്പ് നോൽക്കും. അപ്പൊ ജൂതന്മാർ 10 മാത്രമാണ് നോമ്പ്, ഞാൻ അത് 9 10 നോമ്പനുഷ്ഠിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയും ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ പൂർവിക മതങ്ങളോടുള്ള നമ്മുടെ സമീപനം. ഇങ്ങനെയാണ് എല്ലാറ്റിനെയും പൂർവിക സദാചാരങ്ങളെയും നന്മകളെ ഒക്കെ അവഗണിക്കുക, അതൊക്കെ തള്ളിക്കളയുക, എന്ന് പുതിയത് ഇങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് അതാണ് ശരി, അതാണ് പിൻപറ്റേണ്ടത്, അതാണ് ചെയ്യേണ്ടത്, അതാണ് പരിഷ്കാരം എന്ന വിഡ്ഢിത്തത്തിലേക്ക് നമ്മൾ ഒരിക്കലും അധപ്പതിച്ചുകൂടാ.
ഇസ്ലാം ഏറ്റവും പഴയതാണ്. ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ആരും ഏറ്റെടുക്കാനില്ലാത്ത ഒരവസ്ഥയിലാണ്, പരദേശിയായിട്ടാണ് അള്ളാഹുവിന്റെ ദീന് ലോകത്ത് വന്നത്. വസയഊദു കമാ ബദഅ. അത് തുടങ്ങിയതുപോലെ തന്നെ മടങ്ങുകയും ചെയ്യും. അത് ഏറ്റെടുക്കാൻ ആളുണ്ടാവൂല, അത് ഏറ്റെടുക്കാൻ, അത് പിൻപറ്റാൻ ആളില്ലാത്ത കാലം വരും. കാരണം പുതിയതിന്റെ പിന്നാലെ ആളുകൾ പായും. പുതിയ വിശ്വാസം, പുതിയ ചര്യകള്, പുതിയ സമ്പ്രദായങ്ങള്, അതിന്റെ പിന്നാലെയായിരിക്കും ആളുകൾ പായുക. ഫതൂബാലിൽ ഖുറബാൽ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ആ കാലഘട്ടത്തിൽ ആ ഏറ്റവും പഴയതിനെ സ്വീകരിക്കാൻ കുറച്ച് ഗരീബുകൾ ഉണ്ടാവും. പേരും പെരുമയും ഇല്ലാത്തവർ, പത്രാസില്ലാത്തവർ, സ്വാധീനമില്ലാത്തവർ, ഒന്നിനും കൊള്ളാത്തവർ, എല്ലാവരാലും അവഗണിക്കപ്പെടുന്ന പരദേശികളായിരിക്കും ആ ഇസ്ലാമിനെ ഏറ്റെടുക്കാൻ അക്കാലഘട്ടത്തിൽ ഉണ്ടാവുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതാ റസൂലുള്ള പറഞ്ഞു, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി. എന്റെ സമുദായം ചീത്തയാകുന്ന കാലഘട്ടത്തില്, ദുഷിക്കുന്ന കാലഘട്ടത്തില് ആരെങ്കിലും എന്റെ സുന്നത്തിലേക്ക് മടങ്ങിയിട്ട് ആ പഴയത് പിൻപറ്റാൻ ആരെങ്കിലും തയ്യാറായാൽ ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. അവന് 100 രക്തസാക്ഷിയുടെ കൂലിയുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ രക്തസാക്ഷിയല്ല, ആ പറയപ്പെട്ട മുഖാത്തബുകൾ, ബദരീങ്ങള്, ഉഹദീങ്ങള്, അവരിൽ നിന്ന് 100 രക്തസാക്ഷികളുടെ 100 ഷഹീദിന്റെ കൂലി ഈ കാലഘട്ടത്തില് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത്, ആ പഴയ സുന്നത്ത് അതേപോലെ പിൻപറ്റുക. ഒരു പരിഷ്കരണവും ഇബാദത്തുകളിൽ വരുത്താതിരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ ഇബാദത്ത് ചെയ്തത് അത് അതുപോലെ തന്നെ ചെയ്യുക. അതിലൊരു മാറ്റവും വരുത്താതിരിക്കുക. നിസ്കാരമായാലും ജുമയായാലും ഖുതുബയായാലും ബാങ്കായാലും നോമ്പായാലും ഇബാദത്തുകൾ ഇത്തിബായികൾ മുഴുവൻ, ഇബാദത്തുകൾ മുഴുവൻ ഇത്തിബായിൽ എടുക്കപ്പെടേണ്ട ഒന്നാണ്. റസൂലുള്ളാ എങ്ങനെയാ ചെയ്ത് അതുപോലെ തന്നെ ചെയ്യണം. ഒരു പരിഷ്കാരവും അതിൽ വരുത്താൻ പാടില്ല. പരിഷ്കാരം വന്നാൽ ഇബാദത്ത് അല്ലാതാകും. ചെറിയൊരു മാറ്റം പോലും കൊണ്ടുവരാൻ പാടില്ല. അതാണ് ഇബാദത്ത്. മറിച്ച് നമുക്ക് തിന്നേണ്ടത് എന്താണ്, ധരിക്കേണ്ടത് എന്താ, നമ്മുടെ ഇഷ്ടം. നമുക്ക് ഇഷ്ടമുള്ള അല്ലാഹ് ഹറാമാക്കാത്ത പട്ട് പോലെയുള്ള വസ്ത്രങ്ങൾ ഒഴികെ ഏതും നമുക്ക് ധരിക്കാം. അത് പാൻ്റായാലും മുണ്ടായാലും ഷർട്ടായാലും ജുബ്ബയായാലും നമുക്കതിൽ പ്രശ്നമില്ല. റസൂലുള്ളാ ധരിച്ചിട്ടുണ്ടോ, റസൂലുള്ളാ പാൻ്റ് ഇട്ടിട്ടുണ്ടോ നോക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലാഹ് ഹറാമാക്കാത്ത പന്നിമാംസം പോലെ അല്ലെങ്കിൽ അല്ലാഹ് ഹറാമാക്കാത്ത ഭക്ഷണങ്ങൾ, ഹലാലായ ഏത് ഭക്ഷണവും നമുക്ക് കഴിക്കാം. അത് ബിരിയാണി ആയിട്ടോ അല്ലെങ്കിൽ ഇനി മന്തി ആയിട്ടോ കുഴച്ചതായിട്ടോ എങ്ങനെയായാലും നമുക്ക് കഴിക്കാം. അത് റസൂലുള്ളാ കഴിച്ചോളണമെന്ന് യാതൊരു നിബന്ധനയില്ല. പക്ഷെ ഇബാദത്തിൽ അത് പറ്റൂല. ഇബാദത്ത് റസൂലുള്ളാ എങ്ങനെയാ ചെയ്തെന്നുള്ളതാണ് വിഷയം. അതും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഇത്തിബാ നമുക്ക് നഷ്ടപ്പെടുന്നു. നമ്മുടെ പൂർവികരോട് നമ്മൾ 1 മുഴം അകലുമ്പോൾ അള്ളാഹുവിന്റെ ദീനുമായിട്ട് നമ്മൾ 1 കിലോമീറ്ററാണ് അകലുന്നത്. നമ്മുടെ പൂർവികർ കൊണ്ടുവന്ന, നമുക്ക് പഠിപ്പിച്ചു തന്നവർ യുബല്ലിഗു ഷാഹിദുൽ ഗായിബ. ഇവിടെ ഉള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂല് ഹജ്ജത്തുൽ വദായിൽ വെച്ച് പറഞ്ഞ ആ പൂർവികർ എത്തിച്ചു തന്ന ദീനാണ് ദീന്. അതാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. നേർമാർഗം വ്യക്തമായതിന്റെ ശേഷം അല്ലാഹുവിന്റെ ദീൻ ഇന്നതാണ്, നിസ്കാരം ഇങ്ങനെയാണ്, നോമ്പ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇബാദത്ത് തിരിഞ്ഞതിന്റെ ശേഷം വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന, അൽ മുഅ്മിനീങ്ങളല്ലാത്തവരെ പിൻപറ്റുകയും ചെയ്താൽ, നമ്മൾ പിൻപറ്റേണ്ടത് ഇപ്പോഴത്തെ മുഅ്മിനീങ്ങളെ അല്ല, അൽ മുഅ്മിനീങ്ങൾ എന്ന സഹാബത്ത്, അള്ളാഹുവിന്റെ പ്രവാചകർ വളർത്തിക്കൊണ്ടുവന്ന ആ മാതൃകായോഗ്യരായ സഹാബാക്കള്, അവരുടെ മാർഗം വിട്ടിട്ട് അവർ ചെയ്യാത്ത രൂപത്തിൽ ഖുതുബയോതുക, അവർ ചെയ്യാത്ത രൂപത്തിൽ നിസ്കരിക്കുക, അവർ ചെയ്യാത്ത രൂപത്തിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുക, ഇബാദത്തുകളിലൊക്കെ അവർ ചെയ്യാത്ത രൂപങ്ങളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല. അല്ലാഹു തആല പറയുന്നു, ഖുർആന്റെ നസ്സാണ്, നുവല്ലിഹി മാ തവല്ല. അവൻ ഏറ്റെടുത്തത് അവന്റെ തലയിൽ അങ്ങ് നമ്മൾ എത്തിക്കൊടുക്കും. അവനും അവന്റെ ഏർപ്പാടുമായിട്ട് അങ്ങോട്ട് പോകും. അവനെ അല്ലാഹു തആല പരിഗണിക്കൂല. വനുസ്ലിഹി ജഹന്നം, അവനെ നമ്മൾ നരകത്തിൽ കൊണ്ടുപോയി തള്ളും. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് ഇവിടെയാണ്. അൽ മുഅ്മിനീങ്ങളെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ഇന്നലെ മുളച്ച തകരകളെയല്ല.
പക്ഷപരിഷ്കാരികളെ അല്ല. നമ്മുടെ പൂർവികർ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെയാണ്. ഏറ്റവും പൂർവികരിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. ഏറ്റവും പുതിയവരിലേക്ക് മടങ്ങുന്നത് പൈശാചികമായ സംസ്കാരമാണ്. അതൊരിക്കലും അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്കാരമല്ല. അതുകൊണ്ട് ആ പൂർവികരെ പിൻപറ്റാതിരുന്നാൽ നരകമാണ് നമുക്ക് ലഭിക്കുക. ആ പൂർവികരെ പിൻപറ്റുന്നതിന്റെ ഓർമ്മ പുതുക്കുന്ന ഒന്നുകൂടിയാണ് ഈ മുഹറം 10-ന്റെ നോമ്പ്, ആശൂറായിന്റെ നോമ്പ്, താസുആയിന്റെ നോമ്പ്. അതുകൊണ്ട് മുഹറം 10-നും മുഹറം 9-നുമൊക്കെ നോമ്പ് അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. നോമ്പിനും മറ്റ് അമലുകൾക്കൊക്കെ വലിയ പുണ്യമുള്ള മാസമാണ് ഈ മുഹറം മാസം. അത് എല്ലാ ദിവസവും ആ പുണ്യം നമുക്ക് ലഭിക്കും. ചൊവ്വയും ബുധനുമായിട്ടാണ് 9, 10 വരിക. ഈ തിങ്കളാഴ്ച നോമ്പ് അല്ലെങ്കിലും സുന്നത്താണ്, 8-ന് നോമ്പ് നോൽക്കൽ സുന്നത്താണ് എന്ന അഭിപ്രായം ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, റാദുൽ മആദിലും മറ്റുമൊക്കെ. അപ്പൊ അതുകൊണ്ട് കഴിയുന്നിടത്തോളം മുഹറം 10-നും 9-നും 8-നും 11-നും ഒക്കെ നോമ്പ് നോൽക്കാൻ കഴിയുന്നവർ നോമ്പ് നോൽക്കുക. അല്ലാഹു തആല ആ പൂർവികരെ പിൻപറ്റി അവരുടെ ചരിത്രങ്ങൾ ഓർത്ത് അവരുടെ മാതൃക പിൻപറ്റി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലിവാലിദീനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മൾ